അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കും എന്നതായിരുന്നു BJP അധികാരത്തിലെത്താൻ കണ്ടെത്തിയ മാർഗം. അത് ബാബരി മസ്ജിദ് ബലമായി പൊളിച്ചു മാറ്റുന്നതിലും അതിനുശേഷം രാജ്യം മുഴുവൻ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്തുന്നതിലും എല്ലാം കൂടി അവസാനം അവിടെ അയോധ്യയിൽ ഒരു പുതിയ ക്ഷേത്ര സമുച്ചയം പണിയുന്നതിൽ കലാശിച്ചു. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളിലൊക്കെ പ്രധാനമായിട്ട് പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതിനുശേഷം ധാരാളം ആളുകൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ പോവുകയും ഇന്ത്യയുടെ മൊത്തം എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നിരിക്കുന്നത്. അയോധ്യയിലെ ആഭരണ കച്ചവടക്കാർ അവർ 60 കിലോ വെള്ളി ഈ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് നൽകിയിരുന്നു. അതിനവർക്ക് റെസിപ്റ്റും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കണക്ക് ക്ഷേത്രത്തിൻ്റെ സംഭാവന ലഭിച്ച എവിടെയും കാണുന്നില്ല എന്നൊരു ആരോപണം വന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വെള്ളിയുടെ കണക്ക് എവിടെയും അവിടെ കാണാനില്ല. പിന്നീടാണ് ഇതിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. അതായത് ട്രസ്റ്റ് ധാരാളം ഭൂമി അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന് തന്നെ 67 ഏക്കർ സ്ഥലമുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും അയോധ്യയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും അതുപോലെ പല സ്ഥലങ്ങളിലും ട്രസ്റ്റ് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതിലൊരു ഇടപാടിൽ 2 കോടി രൂപക്ക് വാങ്ങിയ 1 ഏക്കർ ഭൂമി ഒരൊറ്റ ദിവസം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ ട്രസ്റ്റിന് മറിച്ചു വിറ്റത് 18 കോടി രൂപക്കാണ്. ഈ രീതിയിൽ നോക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ തുകയിൽ ട്രസ്റ്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വസ്തു കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ തുച്ഛമായ വിലക്ക് വാങ്ങിയ ഭൂമിയാണ് ദിവസങ്ങൾക്കുള്ളിൽ ട്രസ്റ്റിന് വലിയ വിലയിൽ മറച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊള്ളകൾക്കെല്ലാം തന്നെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ചുരുങ്ങിയത് 1200 കോടി രൂപയുടെയെങ്കിലും ആ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ കാശ് മാറിപ്പോയിട്ടുണ്ട് എന്നാണ് SIT ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ പല അന്വേഷണവും നടത്താൻ ഇപ്പോൾ 2000 മുതലാണ് ഇതിനുള്ള സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഈ സ്വീകരിച്ചു തുടങ്ങിയ സംഭാവനകളെക്കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് കൃത്യമായ കണക്കുകളൊന്നുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല എന്ന നിലയിലേക്കും അവരെത്തി. നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളും അതുപോലെയുള്ള ആരാധനാ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയൊരു മാഫിയ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും ഇതുപോലെ ശബരിമലയിലെ സ്വർണം കാണാതായതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള എത്രയധികം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അയോധ്യയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പാണ്. ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം, സിവിൽ നിയമപ്രകാരം ഒരു ആരാധനാലയത്തിലെ മൂർത്തി ഒരു മൈനർ സിറ്റിസണായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതായത് ഈ മൂർത്തിയുടെ കാര്യങ്ങൾ നേരിട്ട് ശ്രദ്ധിക്കാനായിട്ട് ആ കമ്മിറ്റികളാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈനർ സിറ്റിസൻ്റെ സ്റ്റാറ്റസാണ് നമ്മൾ സിവിൽ നിയമപ്രകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം ഈ കമ്മിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള തട്ടിപ്പും നടത്താനാവും. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ അയോധ്യയിലും കാണുന്നത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും വലിയൊരു തട്ടിപ്പാണ് ഇത്രയും കാലമായിട്ട് അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിലാണ് വ്യക്തമാവുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാവാനുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണുകയേ മതിയാവും. ഇത്തരത്തിൽ ആരാധനാലയങ്ങളിലേക്ക് വലിയ തോതിൽ സംഭാവന നൽകുന്ന വിശ്വാസികളെ ഏത് രീതിയിലാണ് ഈ ആരാധനാലയത്തിൻ്റെ നടത്തിപ്പുകാർ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഒക്കെ വ്യക്തമാണ്. ആരാധനാലയത്തിൻ്റെ നടത്തിപ്പുകാർക്ക് അവരുടെ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമാണ് ആരാധനാലയങ്ങൾ എന്നുള്ളത് ഈ ഭക്തന്മാർ തിരിച്ചറിയാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ നടന്നുകൊണ്ടേ